എങ്ങനെ കണ്ടെത്താം എന്ന ഒരു വീഡിയോ ആണ്, എങ്ങനെ മാറ്റാം എന്നൊരു വീഡിയോ ആണ്. അതിനായി ഇന്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇന്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നിലവിൽ ഉള്ള ലിങ്ക് ഡിലീറ്റ് ചെയ്തതിന് ശേഷം കണക്ട് ആയിരിക്കുന്ന വൈഫൈയുടെ IP അഡ്രസ് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക. എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്ന മൊബൈലിന്റെ വൈഫൈയുടെ IP അഡ്രസ് കണ്ടെത്തുക എന്നൊരു വീഡിയോ പ്രിയ സുഹൃത്തുക്കളെ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നിങ്ങൾ അത് കണ്ടെത്തുക. അതുവഴി നിങ്ങൾ IP അഡ്രസ് കണ്ടുപിടിക്കുക. ശേഷം IP അഡ്രസ് നൽകി സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് STC നെറ്റ്വർക്കിന്റെ ഒരു വൈഫൈ ആണ് ഉപയോഗിക്കുന്നത് സൗദി അറേബ്യയിൽ. എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മോഡം ഏത് തരത്തിലാണ് അതിന്റെ ചെറിയൊരു സെറ്റിംഗ്സിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നല്ലാതെ എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് വന്നതിന് ശേഷം സെറ്റിംഗ്സ് എന്ന ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും നൽകേണ്ടതുണ്ട്. ആ യൂസർ നെയിമും പാസ്വേഡും ഒട്ടുമിക്ക മോഡത്തിന്റെയും വൈഫൈയുടെയും അഡ്മിൻ എന്നായിരിക്കും. ADMIN എന്ന് സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്താൽ യൂസർ നെയിമും പാസ്വേഡും ഒന്ന് തന്നെയാണ്. എന്നാൽ യൂസർ നെയിമും പാസ്വേഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വൈഫൈ പാസ്വേഡ് കണ്ടെത്താൻ സാധിക്കുകയില്ല. കറക്റ്റ് ആയിരിക്കും അതിന്റെ പാസ്വേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാറ്റിയിട്ടില്ലെങ്കിൽ അഡ്മിൻ എന്ന യൂസർ നെയിമും പാസ്വേഡും നൽകിയാൽ നിങ്ങൾക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് ഓപ്പൺ ആകും. സെറ്റിംഗ്സിലേക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും WLAN എന്നൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ WLAN ബേസിക് സെറ്റിംഗ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈ പാസ്വേഡ് കാണാനും ചേഞ്ച് ചെയ്യാനുമുള്ള ഒരു മാർഗം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇന്റർനെറ്റ് എന്ന വൈഫൈ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് എന്റെ വൈഫൈ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ അതിന്റെ പാസ്വേഡ് ഇവിടെ സീക്രട്ട് ആയിട്ട് ഇവിടെ കാണുന്നില്ല. അത് കാണണമെങ്കിൽ ഷോ പാസ്വേഡ് എന്നൊരു ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് എന്താണ് ഇന്റർനെറ്റ് എന്നതിന്റെ പാസ്വേഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പൊ പാസ്വേഡ് കാണുന്ന രൂപം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുക എന്ന രീതിയാണ് ഇനിയുള്ളത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡിന്റെ ഈ ഭാഗത്തേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈയുടെ ഇന്റർനെറ്റ് എന്ന പേര് മാറ്റി മറ്റൊരു പേര്, നിങ്ങളുടെ പേരോ അതല്ലെങ്കിൽ കുട്ടികളുടെ പേരോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പേരോ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം പാസ്വേഡ് മാറ്റണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു പാസ്വേഡ്, നിലവിൽ ഉള്ള പാസ്വേഡ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു പാസ്വേഡ് നിങ്ങൾ എഴുതുക. ശേഷം അപ്ലൈ എന്നൊരു ഭാഗത്ത് വന്ന് ഇതിന്റെ താഴ്ഭാഗത്ത് അപ്ലൈ എന്നൊരു ഭാഗം ഉണ്ട്. ഈ അപ്ലൈ എന്ന ഭാഗം നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈന്റെ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും മാറുന്നതാണ്. എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എങ്ങനെയാണ് പാസ്വേഡ് കണ്ടെത്തുക എന്ന രീതി മനസ്സിലായി കാണും. അത് എങ്ങനെയാണ് പാസ്വേഡ് മാറ്റുക എന്ന രീതിയും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. പരമാവധി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അറിയുമെങ്കിൽ അറിയാത്തവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.